ഹലോ ലീബ്ര, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൽ കുറെ അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ ലീബ്ര, എന്താണ് നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ മെസ്സേജ് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ലീബ്ര, ഞാൻ കാണുന്നത് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, 4 ഓഫ് വാൻഡ്സിൻ്റെ കൂടെ, 6 ഓഫ് സോഡ്സിൻ്റെ കൂടെ. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ കാണുന്നത് ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഞാൻ കാണുന്നത് പൈസയുടെ കാര്യത്തിൽ കുറച്ചൊരു ഫീലിംഗ് ഉണ്ടാവും, അതെനിക്ക് അത്ര വേണ്ട മാതിരി ശമ്പളം ഇല്ല, എനിക്ക് വേണ്ട മാതിരി ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ല. റിലേഷൻഷിപ്പിലും ഞാൻ കാണുന്നത് എന്തോ ഒരു ഫീലിംഗ് ആണ്, ഈ പേഴ്സൺ എനിക്ക് അങ്ങനെ മുമ്പത്തെ മാതിരി അറ്റൻഷൻ തരുന്നില്ല. അപ്പം എന്തോ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള എനർജിയാണ്. ഓക്കെ, പൊതുവേ ഞാൻ കാണുന്നത് ലൈഫിൽ കാര്യങ്ങൾ ഒരു സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷേ ഈ മാസം ഞാൻ ചില കാര്യങ്ങൾ അതൊക്കെ ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് പോകുന്ന എനർജിയിൽ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പീസ്ഫുൾ എനർജി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു നല്ല ഒരു സ്റ്റേബിലിറ്റി വരണ എനർജി കാണാണ്ട്. അപ്പോൾ എന്താണ് പാസ്റ്റിൻ്റെ എനർജി നമ്മൾക്ക് നോക്കാം. പാസ്റ്റിലെ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കണേ. അപ്പോൾ ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ 2 ആൾക്കാരെ കാണാണ്ട്, ഒരു വാട്ടർ സൈൻ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഒരു 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. 4 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് എന്തോ ഇതിലിപ്പോൾ നിങ്ങളുടെ എനർജി ആവാം ക്വീൻ ഓഫ് വാൻഡ്സും കിങ് ഓഫ് കപ്സ്. അതല്ല വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യണ ആൾക്കാരാവാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ കരിയറിൽ ചില ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണ എനർജിയിലാണ് കാണുന്നത്. അപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക്, ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഹീലിംഗ് എനർജിയാണ് കാണുന്നത്. ഒരു സെപ്പറേഷനും ആവാം. ഓക്കെ, നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക്. ഇത് ചില ഹെൽത്ത് ഇഷ്യൂസ് ആവാം. നിങ്ങൾക്ക് പാസ്റ്റിൽ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെയും ആവാം. പക്ഷേ ഫിനാൻഷ്യലി നല്ല സമയമായിരുന്നു, ഫിനാൻഷ്യലി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 8 ഓഫ് പെൻറ്റിക്കിൾസ്, 4 of Pentacles. അപ്പോൾ 6, 4, 8. കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് മൊത്തം നിങ്ങൾ കരിയറിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. അത്ര എനർജി എഫേർട്ട് വേറെ കാര്യത്തിൽ നിങ്ങൾ ഇടുന്നില്ല. അപ്പോൾ മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം നിങ്ങൾക്ക് ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. ഫിനാൻഷ്യലി അത്ര എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു പുതിയ തുടക്കവും വരുന്നുണ്ട്. പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ബിഗിനിങ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയോ ഒരു ഫീലിംഗ് ഉണ്ട്, അത് എനിക്ക് വേണ്ട മാതിരി എനിക്ക് ആ അറ്റൻഷൻ കിട്ടണില്ല, വേണ്ട മാതിരി എനിക്ക് ആ പൈസ ഇല്ല. അപ്പോൾ കുറച്ചൊരു നെഗറ്റീവ് തിങ്കിങ് ആണ് നിങ്ങളുടെ ഈ മാസം. ഓക്കെ, മെയ് മാസത്തിൽ കൂടുതൽ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യണത്. എന്താണ് ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലീബ്ര? 5 ഓഫ് കപ്സ്. അപ്പോൾ ആദ്യം ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു പാസ്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീനെ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിഷമം. നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങൾക്കൊരു പുതിയ നിങ്ങളുടെ ലൈഫിൽ ആരോ വരുന്നുണ്ട്, ഒരു റൊമാൻറ്റിക് മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലും കുറേ ഒരു പ്രാക്ടിക്കൽ ആയിട്ടാണ് കൂടുതൽ നിങ്ങളുടെ ബിഹേവിയർ. പറഞ്ഞാൽ അത്ര ഒരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ കാണാനില്ല.
അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം? നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 8 ഓഫ് wands ആണ്. ഈ 8 ഓഫ് wands എന്താണ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കണേ? ഹൈ പ്രീസ്റ്റസ്. അപ്പൊ നിങ്ങൾ കുറെ സൈലന്റ് ആണ് ഈ മാസം. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോണു, കുറെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, പക്ഷെ എവിടെയോ നിങ്ങൾക്ക് ഒരു ഒരു തോന്നല അത് എന്തോ ശരിയല്ല. കുറെ നിങ്ങൾ ബിട്രേഡായി ഫീൽ ചെയ്യണു, അത്ര മൂഡില്ലാത്ത മാതിരി, വേറെ ആൾക്കാരുടെ കൂടെ അങ്ങനെ സംസാരിക്കണമൊന്നുമില്ല, കുറെ ഒരു ഐസൊലേറ്റഡ് ആയി എനർജിയിലാണ് നിങ്ങൾ. കുറെ സീക്രറ്റ്സും ഉണ്ട്. അപ്പോൾ എന്തോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാത്തതുകൊണ്ടാണോ അതല്ല വെച്ചാൽ ചില വേറെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടാണോ നിങ്ങളിങ്ങനെ ബിട്രേഡായി ഫീൽ ചെയ്യണേ? അതുമാവാം. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ അഡ്വൈസ് ആയിട്ട് വന്നിരിക്കണേ? ഏസ് ഓഫ് wands ആണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി കറണ്ട് എനർജിയിൽ തന്നെ ഒരു പുതിയ ബിഗിനിങ് കാണാണ്ട് ടവർ. പക്ഷെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവനെ ഒരു ചേഞ്ച് വരുത്തണം. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്ന് നിങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പാസ്റ്റിന്റെ കണക്ഷനിലായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റിൽ നിങ്ങൾ ചിലവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ കുറച്ചൊരു സെപ്പറേറ്റഡ് എനർജിയിലായിരുന്നു, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അതിന്ന് മൂവ് ഓൺ ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് ആണ് ഇത്. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവണം. എന്താ വെച്ചാൽ ഇതൊരു ഷോക്കിംഗ് ചേഞ്ച് ആയിരിക്കും, ഒരു സഡൻ ചേഞ്ച് ആണ് വരാൻ പോണേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവാനാണ് യൂണിവേഴ്സ് അഡ്വൈസ് തരണേ. സൺ എനർജീൻ്റെ ഇവിടെ ക്ലാരിറ്റിയുടെ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ പോണത് ഒരു ക്ലാരിറ്റിയിലേക്കാണ്. കുറേ ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ഇപ്പോൾ വേഗം നടക്കാൻ പോകണ്ടേ, എന്ന് വെച്ചാൽ അത്ര സമയം കിട്ടില്ല ഇതൊക്കെ ഇരുന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ ക്വിക്ക് മൂവ്മെൻ്റ് ആണ്, ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്, കുറേ ഹീലിംഗ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്, കുറേ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എനർജി കാണാണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായത്, അതിന്ന് നിങ്ങളോട് യൂണിവേഴ്സ് മൂവ് ഓൺ ചെയ്യാനാണ് പറയണേ ഈ മെസ്സേജിൽ. എംപ്രസ് എനർജി, അപ്പോൾ കുറേ ഗ്രോത്തിൻ്റെ എനർജിയാണ് എംപ്രസ്. ചിലവർക്ക് ഇത് പ്രഗ്നൻസിയുടെ എനർജിയും ആവാം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് പറയണത് അതും ആവാം. ഓക്കെ, പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ, അതല്ല വെച്ചാൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും ചിലവർക്ക് ഇങ്ങനെ പോസ്റ്റ്പാർട്ടം ഇഷ്യൂസ് അങ്ങനെയൊക്കെയും, അങ്ങനെ ഒരു സിറ്റുവേഷനും ആവാം നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞാൻ കാണുന്നത് ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ ഒരു ഗ്രോത്ത്, ഒരു നല്ല അബണ്ടൻസിൻ്റെ എനർജി വരുന്നുണ്ട്. ഇത് പ്രഗ്നൻസി അല്ല വെച്ചാൽ മറ്റവർക്ക് ഇതൊരു ഗ്രോത്ത് എനർജിയാണ്. ഓക്കെ, അബണ്ടൻസ് വരാൻ പോണ എനർജിയാണ്. ഹീലിംഗ് എനർജീസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ബാലൻസ് ചെയ്യണ എനർജി ഉണ്ട്. നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അത് മുമ്പോട്ട് പോവാണോ വേണ്ടേ അറിയില്ല. 10 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു അബണ്ടൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. ഫാമിലി എനർജി ഉണ്ട്, സക്സസ് എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ്റെ പ്രോബ്ലംസ് അല്ല. നിങ്ങൾ ഇപ്പോഴും ഡീൽ ചെയ്യണത് എന്തോ ഒരു പാസ്റ്റിൻ്റെ കാര്യത്തിലാണ് ഡീൽ ചെയ്യണം. എന്ന് വെച്ചാൽ പാസ്റ്റിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ അതിന് റിക്കവർ ചെയ്യാൻ നോക്കണത്. എന്താ വെച്ചാൽ കറണ്ട് എനർജിയിൽ ഞാനൊക്കെ നല്ലൊരു പുതിയ തുടക്കം, ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്, ഗ്രോത്ത്, അബണ്ടൻസ് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു പാസ്റ്റിൻ്റെ കാര്യത്തിന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഒരു ഈ പുതിയ തുടക്കത്തിന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ, അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് വന്നിരിക്കണേ നിങ്ങൾക്ക് മെസ്സേജ്. അപ്പോൾ എവിടെയോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഇങ്ങനെ ഹോൾഡിൽ വെച്ചിരിക്കണു. എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ എന്തോ ഉണ്ടായി, അത് വിചാരിച്ചിട്ട് നിങ്ങൾ കറണ്ടും ഫ്യൂച്ചറിലും അതന്നെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കരുത്. കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ അറിയണം. എന്താ വെച്ചാൽ ഇപ്പോൾ വരാൻ പോണ സമയം ബ്യൂട്ടിഫുൾ ടൈമാണ്. ഇത് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുക, കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. ഇത് റെസൊനേറ്റ് ചെയ്തു എന്താ കുറച്ചൊരു ഒരു ഓഫ് ബീറ്റ് മെസ്സേജ് ആയിരുന്നു.
അപ്പോൾ ഇത് ആർക്കാണ് റെസുനേറ്റ് ആവണത് അറിയില്ല, പക്ഷെ റെസുനേറ്റ് ആയിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി വേണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് ഇത് നോക്കാം. അതല്ലാണ്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് കമൻറ്റ് ചെയ്ത് പറയുക ഇത് റെസുനേറ്റ് ചെയ്തോ ഇല്ലയെന്ന്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നോ. അതുവരെ ടേക്ക് കെയർ.